പാചകവും വാചകവും പവേർഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആൻഡ് വീഗാർഡ് സ്റ്റെബിലൈസർ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട സൗപർണിക സുഭാഷാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു രമ്യ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുറേ നാൾക്ക് ശേഷം അതെ, വീണ്ടും കാണുന്നത്. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കുന്നത്? ഇന്ന് മാമ്പഴ പായസം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ആ, മാമ്പഴത്തിൻ്റെയും പേരക്കയും കൂടെ മിക്സ് ആയിട്ടുള്ള പായസം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ, അതൊരു പുതിയ ഐറ്റമാണ്. ഒരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ആദ്യം തന്നെ പാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം മുന്നേ പാട്ടുകാരിയാണെന്ന് അറിയാം. ഓ, പ്രേക്ഷകർക്ക് ആദ്യം വേണ്ടത് പാട്ടായിരിക്കും. അപ്പോൾ ഒരു ഓണപ്പാട്ടിലേക്ക് പോവാം. ഓണപ്പാട്ട് തന്നെയാണല്ലേ? ആക്ച്വലി സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, കുറച്ച് വെള്ളിയുമെങ്കിലും അതെല്ലാം പ്രേക്ഷകർ ക്ഷമിച്ചോളൂ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അടിപൊളി പാട്ട്. താങ്ക് യു. ഇനി നമുക്ക് പായസത്തിലേക്ക് ജസ്റ്റ് ഞാൻ ഉരുളിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം നെയ്യിടണം. നെയ്യിട്ടിട്ട് മാമ്പഴവും നമ്മുടെ പേരക്കയും നമുക്കൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കണം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ആദ്യം നമുക്ക് നെയ്യിടാം. മധുരം ഇഷ്ടമാണോ? ആ, മധുരം ഇഷ്ടമാണ്. ആ, വീട്ടിൽ കുക്കിംഗ് പരിപാടികൾ ചെറുതായിട്ട്. എന്താണ് മെയിനായിട്ട് ഉണ്ടാക്കണേ? ചിക്കൻ. നോൺ വെജ് ആണ്. വെജിലേക്ക് പറയാൻ പാടില്ല, എന്നാലും നോൺ വെജ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് മാമ്പഴ പായസം? ഓക്കെ, പക്ഷെ പേരക്കയും കൂടെ. പേരക്ക നമ്മള് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തണമല്ലോ. കൂടെ ഉള്ളതുകൊണ്ടല്ലോ ഇടുവാണേ മാമ്പഴം. മെൽറ്റായി വന്നിട്ട് ഇല്ല കടുകല്ലോ പൊട്ടിത്തെറിക്കാൻ. അതെ, അല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇടാനാ. ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പേരക്കയും കൂടെ അങ്ങ് ഇടാം. നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ഒരുപാട് മധുരം ആഡ് ചെയ്യണമെന്നില്ല. അപ്പം ഇത് രണ്ടും കൂടെ ഇപ്പം എന്താ പറയുക, ഒന്ന് മധുരം രണ്ടും കൂടെ ആഡ് ചെയ്യാൻ കുറച്ച് നമ്മൾ പഞ്ചസാരയിലും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നല്ല മധുരം. ശർക്കരയല്ല, നമ്മൾ പഞ്ചസാരയിലാണ് നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ നോൺ ഷുഗർ കട്ട്. ഓക്കെ. അപ്പം ഒരു 3-4 സ്പൂൺ. കാരണം നമ്മൾ ഇനി പാലും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പം നമുക്ക് മധുരം ബാലൻസ് ചെയ്യണമല്ലോ. ഓക്കെ. അപ്പം ഇതങ്ങോട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ അങ്ങോട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സദ്യയിൽ ഏറ്റവും ഇഷ്ടം ഏതാ പായസമാണോ? സദ്യയിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ബോളിയും പായസം ആണല്ലേ. അത് ഒരു വികാരമാണ്. അതാണ്. പണ്ടൊക്കെ ട്രിവാൻഡ്രംകാരിയല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞ അച്ഛൻ കൊല്ലം, അമ്മ കോട്ടയമാണ്. അപ്പം ഞാൻ കോട്ടയത്ത് വളർന്ന സമയത്ത് ആ സമയത്തൊക്കെ എനിക്ക് പരിപ്പും പപ്പടവും. അന്നത്തെ അവിടെയൊക്കെ നമ്മുടെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പരിപ്പ് നമ്മൾ സദ്യയിലുള്ള. എനിക്ക് ആ നാട്ടിലിങ്ങനെ പരിപ്പും പപ്പടവും സാമ്പാറൊക്കെ കൂട്ടി അങ്ങനെ സദ്യ കഴിക്കാൻ. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴാണ് ശരിക്കും ഈ പായസവും ബോളിയൊക്കെ കഴിക്കുക. പിന്നെ അതിൻ്റെ അഡിക്റ്റ്. ട്രിവാൻഡ്രത്ത് വന്നാൽ പിന്നെ ബോളിയുടെ അഡിക്റ്റ് ആവുമല്ലോ. അതെ അതെ, ഇല്ലെങ്കിലുള്ള അതിശയമല്ലേ. സദ്യയിൽ ഓണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സദ്യയിലും എങ്ങനെയും കോട്ടയവും കൊല്ലവും ട്രിവാൻഡ്രവും തമ്മിൽ? അവിടെ ഓണത്തിൽ കോഴിക്കോട് നോൺ വെജ് ഇതുണ്ടാവുമല്ലോ. ഞാനത് ആദ്യം അന്തം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കി എന്താ ഓണം, ഓണത്തിനല്ലേ സാധാരണ ആൾക്കാർ നോൺ വെജ് ഒക്കെ ഒഴിവാക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിലല്ല കേട്ടോ, അമ്മ ചെങ്ങന്നൂരുകാരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കലില്ല. നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. കാറ്റും കൂടെ അടിക്കുന്നുണ്ട്. അതെ. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് പകുതി പോർഷൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ജ്യൂസ് പോലെ അരച്ചെടുക്കും. ബാക്കി പകുതി നമ്മൾ മാറ്റി വെക്കും പിന്നെ എടുക്കാൻ.
അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അപ്പോൾ മാറ്റാം, നമുക്ക് ഇതിലോട്ട് മാറ്റാം. യെസ്. അപ്പോൾ ഇതിലേക്ക് ഇതങ്ങ് മാറ്റി ഇതൊന്ന് കുറച്ചൊന്ന് തണുത്തിട്ട് വേണം നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഈ അച്ചാറിനൊക്കെ വെക്കുന്ന ചെറിയ ക്യൂബ്സ് ഇല്ലേ, ആ രീതിയിൽ ഞാൻ അരിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണുന്ന രസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം കാണാനൊരു രസം ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ പിന്നെ മാമ്പഴം ഒരുപാട് കുറച്ച് പഴുത്തായതുകൊണ്ടാണ് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞു. ഒരുപാട് പഴുത്താകുമ്പോൾ ചിലപ്പോൾ അങ്ങ് മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് തണുക്കണം കേട്ടോ. കുറച്ച് നമുക്ക് തണുത്തിട്ട് കുറച്ച് പാലിൽ നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് നമുക്ക് ഇതൊന്ന് കഴുകിക്കൊണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സിയിൽ എല്ലാം അരച്ചൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ വീണ്ടും അതെ. അപ്പോൾ ഇതിൽ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിക്കാം. തിളച്ച് വരുന്ന സമയത്തെ ഈ ചവ്വരിയില്ലേ സാബുദാന, അപ്പോൾ അത് നമ്മൾ ഒരു 15 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം വേവാനുള്ളൊരു ചെറിയ പിടിക്കുകയാണ്. പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ മിമിക്രി ചെയ്യില്ലേ? കൂടുതൽ ചെയ്യായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ഈ ഓണത്തോടുകൂടി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പൊടി തട്ടിയാണ്. അതെ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇതാണോ നീ മിമിക്രി കൂടുതൽ ചെയ്തതെന്ന് പറഞ്ഞത് എന്ന് നാട്ടുകാരെ കൊണ്ട് എന്നെ പറയുകയാണല്ലേ. ഇതോടുകൂടി സ്റ്റാർട്ട് ആയാലോ? അത് ഇതോടുകൂടി വീണ്ടും ഒരു ക്ലിക്കായി മാറും അത്. പിന്നെ വ്ളോഗിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യാം, വേറെ ലെവൽ. ശരി. അല്ല, ആക്ച്വലി ആ സമയത്തൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ചുമ്മാ ഇതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, ആരൊക്കെയോ ചെയ്യുന്ന കാണുന്നു, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അന്ന് ദലീമ പിന്നെ കുട്ടികളുടെ വോയിസ് ഇതൊക്കെയായിരുന്നു മെയിൻലി. അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചോ. അങ്ങേ കടയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടി കിടക്കുന്ന മുത്തേ. ഇതായിരുന്നു ഞാൻ അന്ന് എടുത്തത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ജാനകിയമ്മയുടെയും ദലീമ പുള്ളിക്കാരുടെയും വോയിസ് ഏറെക്കുറെ
നല്ല മധുരമുള്ള. ഓക്കെ, അപ്പോൾ ഇത് കുറുക്കി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ അടിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സും കൂടെ. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഓക്കെ, അതൊരു നമുക്ക് ടൈം ഉണ്ട്. അപ്പോഴേ നമുക്ക് റാപ്പിഡ് ക്വസ്റ്റ്യൻ റൗണ്ടിൽ പോവാം. യെസ്, എന്താണ്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരുന്നത് ചോദിക്കാം. വരുന്നത് ചോദിച്ചോ. ഓക്കെ, പാൽപ്പായസം ഓർ ശർക്കര പായസം? പാൽപ്പായസം. പാൽപ്പായസത്തിൻ്റെ ആളാണ്. ശരി, സെറ്റുമുണ്ട് ഓർ ജീൻസ്? ജീൻസ്. ശരി, ട്രഡീഷണൽ ഓണം അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഓണം? ട്രഡീഷണൽ ഓണം. അപ്പോൾ പിന്നെ ഒരിക്കലും തിരുവോണത്തിനൊന്നും റെഡിമെയ്ഡ് സദ്യ ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും. സത്യം പറയണം, റാപ്പിഡ് റൗണ്ടിൽ സത്യം പറയണം. റാപ്പിഡ് റൗണ്ടിൽ കള്ളം പറയാനല്ലോ, സത്യം പറയണം. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളതല്ലേ പറയണം. അതാണ്. ചിക്കൻ ബിരിയാണിയാണോ സദ്യയാണോ? അതിലൊരു മാറ്റമില്ല. ചുമ്മാ അല്ല, നേരത്തെ നോൺ വെജ് സദ്യ കണ്ടപ്പോഴത്തേക്ക് അത്ഭുതപ്പെട്ടത്. അത് വെച്ചാൽ ട്രഡീഷണൽ സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ, അല്ലാതെ നമ്മൾ ഇപ്പം വീട്ടിൽ നമ്മൾ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ കൂടെ തന്നെയാണല്ലോ ഈ മീനും ഇറച്ചിയും ഒക്കെ വാങ്ങി കഴിക്കുന്നത്. അപ്പം സദ്യ പറയുമ്പോൾ നോൺ വെജ് അല്ലല്ലോ, വെജ് അല്ലേ, അതല്ലേ അതിൻ്റെ ഒരു രീതി. അതെ. ഓണക്കോടി എല്ലാ വർഷം എടുക്കുന്നതാണോ അതോ ഇപ്പൊ ഇനി കൊളാബറേഷൻ? ഇഷ്ടം പോലെ. ഇത്തവണത്തെ ഓണം ഞാനങ്ങ് ഇത് മൊത്തത്തിൽ കൊളാബാണെന്ന് പറഞ്ഞാലോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. പണ്ട് നമുക്ക് ഓണമായിരുന്നു, അതൊരു വലിയൊരു ഇതാണ്. നമ്മളിപ്പോ നേരത്തെ ഓണം, നേരത്തെ അടുത്ത് ചോദിച്ചല്ലോ പഴയ ഓണവും പുതിയ ഓണവും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂമിന് പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പുതിയ ഡിസൈൻസ് നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അത് ഇപ്പം സാധാരണ ഒരു കോടി അല്ലെങ്കിൽ 2 കോടിയൊക്കെ അല്ലേ എടുക്കുള്ളൂ. അപ്പൊ 10-12 കോടിയൊക്കെ കിട്ടുന്ന ഏതിടണം എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ജ്വല്ലറിയിലും എല്ലാത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എത്തും. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പൊ എന്റെ കെട്ടിയോൻ പറയും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഞാൻ പോയി കാശ് കൊടുത്തിട്ട്. ഏകദേശം ആയോ? നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എടുത്തു വെച്ചേക്കോ. എല്ലാം റെഡിയാണ്. പായസം കുടിക്കാൻ റെഡിയാണ്. അതെ, പ്രത്യേകിച്ച് പാൽപ്പായസം. പാല എനിക്കും ശർക്കരയേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതാട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് തിള വരുന്ന സമയത്ത് നമുക്കിനി ഒരുപാട് ടൈം കളയാതെ നമുക്ക് മറ്റേ കാഷ്നട്ടും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം. ഒന്ന് നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതാ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കുറവും വരുന്നുണ്ട്. ഒരു കാര്യത്തിൽ നമ്മളൊരു പായസത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു കുറവും. അതെ. ഓക്കെ, ഒരുപാട് എല്ലാത്തിലും നമ്മൾ മിതത്വം പാലിക്കും, പക്ഷെ പായസത്തിൽ നമ്മൾ അധികം മിതത്വം പാലിക്കാൻ പാടില്ല. മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കാഷ്യൂസ് ഇടാം കേട്ടോ ഇതിലേക്ക്. ഓക്കെ, ഇത് പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് എല്ലാ പായസത്തിലും അല്ലേ, എല്ലാത്തിലും വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് റൈസൻസ് കൂടെ ഇടാവേ. ഓർത്താൻ കൂടുതൽ കിടക്കട്ടെ. എല്ലാം നമ്മൾ ഫ്രൂട്ട്സ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇത്രയും നാൾ ഷുഗർ കട്ട് ചെയ്ത് എല്ലാം കൂടെ ഇന്ന് ഞാൻ തീർക്കുന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിപ്പം ഏത് ഇതിലാണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും നല്ലതാണെങ്കിൽ മാത്രം എടുത്തോളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കണം. ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ഇഷ്ടം അത് സ്വയം കഴിക്കുന്നതാണോ ഇഷ്ടം? എന്താണ്? എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ കഴിച്ച് അതിന് അഭിപ്രായം പറയുന്നത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കഴിക്കുമ്പോൾ മറ്റൊരാൾ ഉണ്ടാക്കി തന്നത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. സ്വന്തമായിട്ട് ആ മണം എല്ലാം അടിച്ച് അതല്ല, നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി പോകും. പക്ഷെ വേറൊരാൾ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഫ്രഷ് ആയിട്ട് പോയിരുന്നു. പായ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ തോട്ടിട്ട് കൈയൊന്നും പൊള്ളിക്കാതെ അവിടെ നിന്നോ കുട്ടി. നമുക്ക് ഇതിലേക്ക് മാറ്റിയിടാം കേട്ടോ. ഒരു ആവേശത്തിലല്ലേ ഇതാ നമുക്ക് അങ്ങനെ നമ്മുടെ പായസം റെഡിയാണ്. കാറ്റും കൂടെ അടിക്കണോണ്ടേ നമുക്ക് ഈ പായസം ശരിക്കും ഇതിന്റെ കൂടെ നമുക്കൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഒരു പപ്പടം കൂടെ കൂട്ടി കഴിച്ചാലോ? ശരി, അടിപൊളിയോ.
അപ്പോൾ നമുക്ക് പപ്പടം കാച്ചാം. അപ്പോൾ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, വൈറ്റമിൻ എ ഡി, അതെ ഇന്നത്തെ താരം. അപ്പോൾ വൈറ്റമിൻ എ ഡി ഒക്കെ ഉള്ള ഒരു സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇന്ന് പപ്പടം വറുക്കുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങിയാലോ? അതെ. ചൂടായി വന്ന പപ്പടം ഇടുക. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബബിൾ. നമ്മൾ ഇങ്ങനെ ബബിളായിട്ട് വരണമെന്നുണ്ടെങ്കിലേ പപ്പടത്തിൻ്റെ എല്ലാ 2-3 സൈഡിൽ ഒരു ഹോൾസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബബിളാവില്ല. ബബിളായിട്ട് അതെ അതെ ബബിളാവാൻ താല്പര്യമില്ലാത്ത ബബിള ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നതിൻ്റെ ക്രിസ്പി പപ്പടമാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പപ്പടം ആയിട്ടുണ്ട്. അപ്പോൾ അത് മതിയാവും. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ പപ്പടവും റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ റെഡി ആണല്ലോ അല്ലേ? ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. സ്പൂണൊക്കെ ഇത്ര നേരം ഞാൻ അതെ ഇത്ര നേരം ഞാൻ കാത്തുന്ന സാധനം സ്പൂണൊക്കെ എടുത്ത് റെഡി ആയി. തെങ്ങിനെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അടിപൊളി. കളാമോ? അല്ല ശരിക്കും ഭയങ്കര അടിപൊളി. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. ഈ ഓണത്തിന് പ്രേക്ഷകർക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. എന്തായാലും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഡിഷ് നമുക്ക് തന്നതിന്. ഓക്കെ, സന്തോഷം. എന്തായാലും ഇങ്ങനൊരു ഡിഷ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുന്നു. അങ്ങനെ നിർത്താൻ പാടില്ല, ഒരു പാട്ടും കൂടെ വേണം. ഓ, ഇനി ഓണപ്പാട്ട് വേണമെന്നില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു പാട്ട്, ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ. അനൽ മേലെ പനിത്തുളി അലൈപായും ഒരു കിളി വരം തേടും മഴത്തുളി ഇത് താനേ ഈ വഴി നീ ഇമയിരണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉറൈപ്പനി എതക്കാക തടയിനി. അടിപൊളി. ഇത് പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആ ഫേസിലേക്ക് നോക്കുമ്പോൾ എന്താണ് റിയാക്ഷൻ ചില സമയത്ത് അറിയാൻ. ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടു. പായസമാണ് ചോദിച്ചത്. പായസം അടിപൊളി, സൂപ്പർ പായസം. വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മയും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ മറ്റൊരു ഓണം കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച്.